JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. NCERT ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഇന്നത്തെ ക്ലാസ്സിൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗിന്റെ NCERT ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ധാരാളം ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ ഈ NCERTയുടെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിന്റെ അന്ന് സെലക്ടഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡു യു ലൊക്കേറ്റ് MS Word 2007 ഓൺ യുവർ കമ്പ്യൂട്ടർ സിസ്റ്റം? അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തില് MS Word 2007 എങ്ങനെ കണ്ടെത്താം? ടു ലൊക്കേറ്റ് MS Word ഓൺ യുവർ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തില് MS Word കണ്ടെത്തുന്നതിന് ക്ലിക്ക് സ്റ്റാർട്ട്, അതിനുശേഷം എന്താണ് ചെയ്യേണ്ടത്? ഓൾ പ്രോഗ്രാംസ്, അതിനുശേഷം MS ഓഫീസ്, അതിനുശേഷം MS ഓഫീസ് വേർഡ് 2007. How do you locate MS Word 2007 on your computer system? കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ MS Word 2007 എങ്ങനെ കണ്ടെത്താം? കമ്പ്യൂട്ടർ സിസ്റ്റത്തില് MS Word 2007 കണ്ടെത്തുന്നതിന് ക്ലിക്ക് സ്റ്റാർട്ട്, ഓൾ പ്രോഗ്രാംസ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് 2007. അടുത്ത ക്വസ്റ്റ്യൻ. What is the use of ruler in MS Word 2007 document? അതായത് MS Word 2007 ഡോക്യുമെന്റില് റൂളറിന്റെ ഉപയോഗം എന്താണ്? റൂളർ ഈസ് യൂസ്ഡ് ടു സെറ്റ് ടാബ്സ്, ഇൻഡൻസ് ആൻഡ് മാർജിൻസ് ഫോർ എ ഡോക്യുമെന്റ്. അതായത് ഒരു ഡോക്യുമെന്റിനായി ടാബുകളും ഇൻഡന്റുകളും മാർജിനുകളും സജ്ജീകരിക്കാൻ റൂളർ ഉപയോഗിക്കുന്നു. അപ്പോൾ ചോദ്യം എന്താണ്? MS Word 2007 ഡോക്യുമെന്റില് റൂളറുടെ ഉപയോഗം എന്താണ്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് റൂളർ ഇൻ MS Word 2007 ഡോക്യുമെന്റ്? എന്താണ് ഉത്തരം? റൂളർ ഈസ് യൂസ്ഡ് ടു സെറ്റ് ടാബ്സ്, ഇൻഡൻസ് ആൻഡ് മാർജിൻസ് ഫോർ എ ഡോക്യുമെന്റ്. അതായത് ഒരു ഡോക്യുമെന്റിനായി ടാബുകള്, ഇൻഡന്റുകളും മാർജിനുകളും സജ്ജീകരിക്കാൻ റൂളർ ഉപയോഗിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ഫോർമാറ്റഡ് ടെക്സ്റ്റ്? എന്താണ് ഫോർമാറ്റഡ് ടെക്സ്റ്റ്? ഫോർമാറ്റ് ചെയ്ത ടെക്സ്റ്റ് എന്താണ്? ഫോർമാറ്റഡ് ടെക്സ്റ്റ് ഹാസ് സ്റ്റൈലിംഗ് ഇൻഫർമേഷൻ ബിയോണ്ട് ദ മിനിമം ഓഫ് സെമറ്റിക് എലിമെന്റ്സ്, colors, styles, sizes and special features such as hyperlinks. അതായത് ഫോർമാറ്റ് ചെയ്ത ടെക്സ്റ്റിന് സെമാറ്റിക് ഘടകങ്ങളുടെ ഏറ്റവും കുറഞ്ഞ സ്റ്റൈലിംഗ് വിവരങ്ങൾ ഉണ്ട്. നിറങ്ങള്, ശൈലികള്, വലിപ്പങ്ങള്, ഹൈപ്പർ ലിങ്കുകൾ പോലുള്ള പ്രത്യേക സവിശേഷതകള്. അപ്പം അതാണ് വാട്ട് ഈസ് ഫോർമാറ്റഡ് ടെക്സ്റ്റ് എന്നതിനുള്ള ഉത്തരം. ഫോർമാറ്റ് ചെയ്ത ടെക്സ്റ്റ് എന്താണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർമാറ്റ് ചെയ്ത ടെക്സ്റ്റിന് സെമറ്റിക് ഘടകങ്ങളുടെ ഏറ്റവും കുറഞ്ഞ സ്റ്റൈലിംഗ് വിവരങ്ങളുണ്ട്. നിറങ്ങള്, ശൈലികള്, വലിപ്പങ്ങള്, ഹൈപ്പർ ലിങ്കുകൾ പോലുള്ള പ്രത്യേക സവിശേഷതകള്. അടുത്ത ക്വസ്റ്റ്യൻ. Write the name of alignments which are available in MS Word 2007. അതായത് MS Word 2007 ലഭ്യമായ വിന്യാസങ്ങളുടെ പേര് എഴുതുക. എന്താണ് ലഭ്യമായ വിന്യാസങ്ങളുടെ പേര്? ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ ആൻഡ് ജസ്റ്റിഫൈ. റൈറ്റ് ദ നെയിം ഓഫ് അലൈൻമെന്റ്സ് which are available in MS Word 2007. ഏതാണ്? ലെഫ്റ്റ്, റൈറ്റ്, സെന്റർ ആൻഡ് ജസ്റ്റിഫൈ. അടുത്ത ക്വസ്റ്റ്യൻ. What is the use of crop option in MS Word 2007? അതായത് MS Word 2007 ക്രോപ്പ് ഓപ്ഷന്റെ ഉപയോഗം എന്താണ് ക്രോപ്പ് ഓപ്ഷന്റെ ഉപയോഗം? ക്രോപ്പ് ഓപ്ഷൻ allows a user to edit pictures. Crop option allows a user to edit
പിക്ചേഴ്സ്. അതായത് ക്രോപ്പ് ഓപ്ഷൻ ഒരു ഉപയോക്താവിനെ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു. അതാണ് ക്രോപ്പ് ഓപ്ഷൻ. MS Word 2007 ക്രോപ്പ് ഓപ്ഷന്റെ ഉപയോഗം. അതായത് ക്രോപ്പ് ഓപ്ഷൻ ഒരു ഉപയോക്താവിനെ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സ്റ്റെപ്സ് ടു മേക്ക് ദ ടെക്സ്റ്റ് ബോൾഡ്. അതായത് വാചകം ബോൾഡ് ആക്കുന്നതിനുള്ള ഘട്ടങ്ങൾ എഴുതുക. എന്താണ്? റൈറ്റ് ദ സ്റ്റെപ്പ് ടു മേക്ക് ദ ടെക്സ്റ്റ് ബോൾഡ്. ആൻസർ എങ്ങനെയാണ്? സ്റ്റെപ്പ് ടു മേക്ക് എ ടെക്സ്റ്റ് ബോൾഡ് ആർ ഫോളോസ്. ഏതൊക്കെയാണ്? സ്റ്റെപ്പ് 1 ഉണ്ട്, സ്റ്റെപ്പ് 2 ഉണ്ട്. അതായത് ഒരു വാചകം ബോൾഡ് ആക്കുന്നതിനുള്ള ഘട്ടങ്ങൾ ഇപ്രകാരമാണ്. സ്റ്റെപ്പ് 1 എന്താണ്? സെലക്ട് ദ ടെക്സ്റ്റ്. അതായത് ടെക്സ്റ്റ് തിരഞ്ഞെടുക്കുക. സ്റ്റെപ്പ് 2 എന്താണ്? ക്ലിക്ക് ദ ബോൾഡ് ബട്ടൺ ഇൻ ദ ഫോണ്ട് ഗ്രൂപ്പ് ഓൺ ദ ഹോം ടാബ്. അതായത് ഹോം ടാബിലെ ഫോണ്ട് ഗ്രൂപ്പിലെ ബോൾഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്താണ് ചോദ്യം? എന്താണ്? വാചകം ബോൾഡ് ആക്കുന്നതിനുള്ള ഘട്ടങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ടെക്സ്റ്റ് തിരഞ്ഞെടുക്കുക. രണ്ടാമത്തെ എന്താണ്? ഹോം ടാബില് ഫോണ്ട് ഗ്രൂപ്പിലെ ബോൾഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ദ ബോൾഡ് ബട്ടൺ ഇൻ ദ ഫോണ്ട് ഗ്രൂപ്പ് ഓൺ ദ ഹോം ടാബ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഷോർട്ട്കട്ട് കീസ് ടു ഫോർമാറ്റ് ദ ടെക്സ്റ്റ് സ്റ്റൈല് ബോൾഡ്, ഇറ്റാലിക് ആൻഡ് അണ്ടർലൈൻ. അതായത് ഈ ടെക്സ്റ്റ് സ്റ്റൈല് ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈൻ എന്നിവ ഫോർമാറ്റ് ചെയ്യാനുള്ള കുറുക്കുവഴി കീ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഉള്ള കുറുക്കുവഴി കീ? ബോൾഡ് Ctrl+B, ഇറ്റാലിക് Ctrl+I, അണ്ടർലൈൻ Ctrl+U. ബോൾഡ് Ctrl+B, ഇറ്റാലിക് Ctrl+I, അണ്ടർലൈൻ Ctrl+U. അടുത്ത ക്വസ്റ്റ്യൻ, what are the basic features of printing in MS Word 2007? അതായത് ഈ MS Word 2007 അച്ചടിക്കുന്നതിന്റെ അടിസ്ഥാന സവിശേഷതകൾ എന്തൊക്കെയാണ്? The basic features of printing in MS Word 2007 are follows. അതായത് ഈ MS Word 2007 അച്ചടിക്കുന്നതിന്റെ അടിസ്ഥാന സവിശേഷതകൾ ഇനി പറയുന്നവയാണ്. ഏതൊക്കെയാണ്? പ്രിന്റ്, ക്വിക്ക് പ്രിന്റ്, പ്രിന്റ് പ്രിവ്യൂ. പ്രിന്റ്, ക്വിക്ക് പ്രിന്റ്, പ്രിന്റ് പ്രിവ്യൂ. വാട്ട് ആർ ദ ബേസിക് ഫീച്ചേഴ്സ് ഓഫ് പ്രിന്റിംഗ് ഇൻ MS Word 2007? പ്രിന്റ്, ക്വിക്ക് പ്രിന്റ്, പ്രിന്റ് പ്രിവ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, how can you print your document via quick print feature of printing? അതായത് പ്രിന്റിംഗിന്റെ ക്വിക്ക് പ്രിന്റ് ഫീച്ചർ വഴി നിങ്ങളുടെ ഡോക്യുമെന്റ് എങ്ങനെ പ്രിന്റ് ചെയ്യാം? To print a document via quick print, click Microsoft Office button, then print, then quick print. അതായത് ക്വിക്ക് പ്രിന്റ് വഴി ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? ക്ലിക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് ബട്ടൺ, പ്രിന്റ്, ക്വിക്ക് പ്രിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സോന വാണ്ട്സ് ടു ആഡ് ഹെർ പിക്ചേഴ്സ് ഇൻ എ വേർഡ് ഡോക്യുമെന്റ്. അതായത് ഒരു വേർഡ് ഡോക്യുമെന്റിൽ തന്റെ ചിത്രങ്ങൾ ചേർക്കാൻ സോന ആഗ്രഹിക്കുന്നു. വിച്ച് ടാബ് ഷീ ഷുഡ് യൂസ്? ഏത് ടാബ് അവൾ ഉപയോഗിക്കണം? അടുത്ത എന്താണ്? വിച്ച് കമാൻഡ് ഷീ ഷുഡ് യൂസ് ടു ഓപ്പൺ ഇൻസേർട്ട് പിക്ചർ ഡയലോഗ് ബോക്സ്? അതായത് ഇൻസേർട്ട് പിക്ചർ ഡയലോഗ് ബോക്സ് തുറക്കാൻ ഏത് കമാൻഡ് ഉപയോഗിക്കണം? ക്യാൻ ഷീ റീസൈസ് ദ ഇമേജ്? അവൾക്ക് ചിത്രത്തിന്റെ വലിപ്പം മാറ്റാൻ കഴിയുമോ? It is possible to wrap text around an image. അതായത് ഒരു ചിത്രത്തിന് ചുറ്റും വാചകം പൊതിയാൻ കഴിയുമോ? അപ്പോൾ ആദ്യത്തെ ചോദ്യം വിച്ച് ടാബ് ഷീ ഷുഡ് യൂസ്? അവൾ ഏത് ടാബ് ഉപയോഗിക്കണം? ഇൻസേർട്ട് ടാബ് ഉപയോഗിക്കണം. വിച്ച് കമാൻഡ് ഷീ ഷുഡ് യൂസ് ടു ഓപ്പൺ ഇൻസേർട്ട് പിക്ചർ ഡയലോഗ് ബോക്സ്? പിക്ചർ ഡയലോഗ് ബോക്സ്, അതായത് ഇൻസേർട്ട് പിക്ചർ ഡയലോഗ് ബോക്സ് തുറക്കാൻ ഏത് കമാൻഡ് ഉപയോഗിക്കണം?
picture command in the illustrations group. Picture command in the illustrations group. Can she resize the image? Yes. It is possible to wrap text around an image? Yes. അതായത് അവൾ ചിത്രത്തിന് വലിപ്പം മാറ്റാൻ കഴിയുമോ? കഴിയും. ഒരു ചിത്രത്തിന് ചുറ്റും വാചകം പൊതിയാൻ കഴിയുമോ? അതും yes. അപ്പോൾ സോണ wants to add her picture in a Word document. ഒരു വേർഡ് ഡോക്യുമെന്റിൽ തന്റെ ചിത്രം ചേർക്കാൻ സോണ ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവൾ ഏത് ടാബാണ് ഉപയോഗിക്കേണ്ടത്? ഇൻസേർട്ട് ടാബ്. ഇൻസേർട്ട് പിക്ചർ ഡയലോഗ് ബോക്സ് തുറക്കാൻ ഏത് കമാൻഡ് ഉപയോഗിക്കണം? പിക്ചർ കമാൻഡ് ഇൻ ദ ഇലിസ്ട്രേഷൻസ് ഗ്രൂപ്പ്. Can she resize the image? Yes. It is possible to wrap text around the image, around an image? Yes. അപ്പോൾ എല്ലാത്തിനും ഇങ്ങനെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ക്വസ്റ്റ്യനുകൾ ചോദിക്കാറുണ്ട്. അതും ആണ് NCERTയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി. 10ാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോവുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. Which extension is given to a document by default in MS Word? അതായത് MS Wordൽ സ്ഥിരസ്ഥിതിയായി ഒരു ഡോക്യുമെന്റിന് ഏത് വിപുലീകരണമാണ് നൽകിയിരിക്കുന്നത്? ഏത് വിപുലീകരണമാണ് നൽകിയിരിക്കുന്നത്? .docx. .docx is the default extension of MS Word 2007 document. അതായത് MS Wordൽ സ്ഥിരസ്ഥിതിയായ ഒരു ഡോക്യുമെന്റിന് ഏത് വിപുലീകരണമാണ് നൽകിയിരിക്കുന്നത്? .docx. അടുത്ത ക്വസ്റ്റ്യൻ. The themes group is presented on dash tab. അതായത് തീം ഗ്രൂപ്പ് ഡാഷ് ടാബിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഏത് ടാബിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? The themes group is presented on page layout tab. Page layout tab. അടുത്ത ക്വസ്റ്റ്യൻ. The status of your document, like current page and number of pages, are given by dash. അതായത് നിലവിലെ പേജ് പോലെയുള്ള നിങ്ങളുടെ പ്രമാണത്തിന്റെ നിലയും പേജുകളുടെ എണ്ണവും നൽകിയിരിക്കുന്നത് ഡാഷ്. ഏതാണ്? സ്റ്റാറ്റസ് ബാർ. ഏതാണ്? സ്റ്റാറ്റസ് ബാർ gives the status of your document like current page, number and number of pages. അടുത്ത ക്വസ്റ്റ്യൻ. A new text document can be created by dash. അതായത് ഒരു പുതിയ ടെക്സ്റ്റ് ഡോക്യുമെന്റ് സൃഷ്ടിക്കാൻ കഴിയും. എങ്ങനെ? സ്റ്റെപ്പ് ടു ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെന്റ്, ഫയൽ, ന്യൂ, ബ്ലാങ്ക് ഡോക്യുമെന്റ്, ക്രിയേറ്റ്. സ്റ്റെപ്പ് ടു ക്രിയേറ്റ് എ ന്യൂ ഡോക്യുമെന്റ് ഏതൊക്കെയാണ്? ഫയൽ, ന്യൂ, ബ്ലാങ്ക് ഡോക്യുമെന്റ്, ക്രിയേറ്റ്. ഫയൽ, ന്യൂ, ബ്ലാങ്ക് ഡോക്യുമെന്റ്, ക്രിയേറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. The documents can be saved by using dash. അതായത് ഒരു ഡാഷ് ഉപയോഗിച്ച് പ്രമാണങ്ങൾ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. ഏത് ഉപയോഗിച്ച്? Documents can be saved by clicking file save as, file save, or using Ctrl+S key. അതായത് ഡാഷ് ഉപയോഗിച്ച് നമുക്ക് പ്രമാണങ്ങള് സംരക്ഷിക്കാൻ കഴിയും. ഏതുപയോഗിച്ചാണ്? ഫയൽ സേവ് ആസ്, ഫയൽ സേവ്, ഓർ യൂസിങ് Ctrl+S key. അടുത്ത ക്വസ്റ്റ്യൻ. The general arrangement of the text in the document is dash. അതായത് പ്രമാണത്തിലെ വാചകത്തിന്റെ പൊതുവായ ക്രമീകരണം ഡാഷ് ആണ്. ഏതാണ്? Formatting is the general arrangement of the text in the document. Formatting is the general arrangement of the text in the document. അടുത്ത ക്വസ്റ്റ്യൻ. The dash alignment makes you sure that none of the edges of the text appear ragged. അതായത് ടെക്സ്റ്റിന്റെ അരികുകളൊന്നും റാഗ് ചെയ്തതായി ദൃശ്യമാകുന്നില്ലെന്ന് ഡാഷ് വിന്യാസം ഉറപ്പിക്കുന്നു. ഏത് വിന്യാസം ഉറപ്പിക്കുന്നു? ജസ്റ്റിഫൈ അലൈൻമെന്റ് മേക്സ് ഷുവർ ദാറ്റ് none of the edges of the text appear ragged. Justify alignment makes sure that none of the edges of the text appear
ragged. അടുത്ത ക്വസ്റ്റ്യൻ. Line spacing or paragraph spacing is measured in terms of lines or points which is known as dash. അതായത് ലൈൻ സ്പേസിംഗ് അല്ലെങ്കിൽ പാരഗ്രാഫ് സ്പേസിംഗ് അളക്കുന്നത് ലൈനുകളുടെയോ പോയിന്റുകളുടെയോ അടിസ്ഥാനത്തിലാണ്. ഇത് ഡാഷ് എന്ന് അറിയപ്പെടുന്നു. എന്താണ് അറിയപ്പെടുന്നത്? When leading is reduced, it automatically brings the line of text closer. Leading ആണ്, which is known as leading. Line spacing or paragraph spacing is measured in terms of lines or points which is known as എന്താണ്? leading. അതായത് ലീഡ് കുറയുമ്പോൾ അത് യാന്ത്രികമായി വാചകത്തിന്റെ വരികൾ അടുപ്പിക്കുന്നു. ലൈൻ സ്പേസിംഗ് അല്ലെങ്കിൽ പാരഗ്രാഫ് സ്പേസിംഗ് അളക്കുന്നത് ലൈനുകളുടെയോ പോയിന്റുകളുടെയോ അടിസ്ഥാനത്തിലാണ്. ഇത് ലീഡിംഗ് എന്ന് അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. In the dash dialog box, you can change both line and paragraph spacing. അതായത് ഡാഷ് ഡയലോഗ് ബോക്സിൽ നിങ്ങൾക്ക് വരിയുടെയും ഖണ്ഡികയുടെയും സ്പേസിംഗ് മാറ്റാൻ കഴിയും. ഏതാണ്? The paragraph dialog box can be used to make the document effective by using both line and paragraph spacing. അതായത് വരിയുടെയും ഖണ്ഡികയുടെയും സ്പേസിംഗ് ഉപയോഗിച്ച് പ്രമാണം ഫലപ്രദമാക്കാൻ ഖണ്ഡിക ഡയലോഗ് ബോക്സ് ഉപയോഗിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following feature is used to revert the original picture? അതായത് യഥാർത്ഥ ചിത്രം പഴയപടിയാക്കാൻ ഇനി പറയുന്ന ഫീച്ചറുകളിൽ ഏതാണ് ഉപയോഗിക്കുന്നത്? റീസെറ്റ് പിക്ചർ. റീസെറ്റ് പിക്ചർ feature of picture tools format is used to revert the original picture. യഥാർത്ഥ ചിത്രം പഴയപടിയാക്കാൻ പിക്ചർ ടൂൾസിൽ ഫോർമാറ്റിന്റെ റീസെറ്റ് പിക്ചർ ഫീച്ചർ ഉപയോഗിക്കുന്നു. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പരമാവധി എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.